നമസ്കാരം. കേരള PSCയുടെ വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിലേക്ക് സ്വാഗതം. ഞാൻ ലിൻഡു അൽഫോൻസ് ജോയ്. കഴിഞ്ഞ 4 വർഷക്കാലമായി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ അധ്യാപികയും ഇന്റർപേഴ്സണൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ട്രെയിനറുമാണ്. ഈ യാത്രയിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാം പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പഠിച്ചത്. അതിൽ പ്രധാനമായും നൗൺ, അഡ്ജക്റ്റീവ് ഈ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത്. അവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് വീണ്ടും നാം മനസ്സിലാക്കുകയും ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മനസ്സിൽ ഒന്ന് ഓർത്തെടുക്കുകയും ചെയ്യുന്നു. ഒപ്പം കഴിഞ്ഞ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് PSCയുടെ മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കി അതിനുള്ള ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താൻ സാധിക്കുമോ എന്നൊക്കെ വിലയിരുത്തി കഴിഞ്ഞ ക്ലാസ്സുകൾ ഓർത്തെടുക്കുകയാണ് ഇന്ന് നാം ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായി പറയാനുള്ളത് ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ് അൺഅക്കാഡമി ഓഫർ ചെയ്യുന്നത്. അതായത് എല്ലാ ദിവസവും ലൈവ് ആയിട്ട് നമ്മൾ ഫിസിക്കൽ ക്ലാസ് റൂമിൽ പോകുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിൽ ഇരുന്ന് ലൈവ് ക്ലാസ്സുകൾ കാണുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ലൈവ് ആയിട്ട് തന്നെ തന്റെ എഡ്യൂക്കേറ്റേഴ്സുമായി സംസാരിക്കുവാനും സംശയ നിവാരണത്തിനും ഒരു വിദ്യാർത്ഥിക്ക് അവസരമൊരുക്കുകയാണ് അൺഅക്കാഡമി. മറ്റൊരു കാര്യം, ലൈവ് ടെസ്റ്റുകളും ക്വിസുകളും അൺഅക്കാഡമി കണ്ടക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ പഠിച്ച പാഠഭാഗം ഏതാണോ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ്, ആ ഒരു അവറിൽ നമ്മൾ പഠിച്ചത് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വിസുകൾ ഒപ്പം ആൻസർ പോളുകൾ ഒക്കെ ഉണ്ട്. അതിൽ പങ്കെടുത്ത് തന്റെ പ്രിപ്പറേഷന്റെ നിലവാരം, തന്റെ നിലവാരം എവിടെ നിൽക്കുന്നു, ഏതൊക്കെ ഫീൽഡിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നൊക്കെ ഒരു ആ വിദ്യാർത്ഥിക്ക് മനസ്സിലാകുവാൻ സഹായകമാണ് ഈ ക്വിസുകൾ എന്നും ഓർക്കുക. അടുത്തത് പറയാനുള്ളത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് അൺഅക്കാഡമി ഓഫർ ചെയ്യുന്നത്. അതായത് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള, സിലബസിൽ എന്തൊക്കെയാണോ ഒരു വിദ്യാർത്ഥി പഠിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. ഓക്കെ, കേരള PSC ആണെങ്കിൽ കേരള PSCയുടെ സിലബസ് അനുസരിച്ച് ഒരു വിദ്യാർത്ഥി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീൽഡിലൂടെ കടന്നു പോകണം, ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യണമെന്ന് കൃത്യമായിട്ടും സിലബസിൽ ഉണ്ടാവും. അത് തന്നെയാണ് അൺഅക്കാഡമി ഫോളോ ചെയ്യുന്നത്. അൺഅക്കാഡമി ആ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ പഠിക്കണം എന്നുള്ള ടോപ്പിക്കുകൾ മനസ്സിലാക്കി ആ ടോപ്പിക്കുകളുടെ ബേസിലാവും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക. ഓക്കെ, നമ്മൾ ആ വിഷയങ്ങൾ ഏതൊക്കെയാണോ പഠിക്കേണ്ടത്, സിലബസ് അനുസരിച്ച് പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് അൺഅക്കാഡമി കോഴ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതും അതിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നതും ഓർക്കുകയായിട്ട്. ഇനി അടുത്തത് അൺലിമിറ്റഡ് ആക്സസ് ആണ്. അതായത് ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഒരു കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും അയാൾക്ക് കേൾക്കാം. ഒപ്പം റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുവാനുമുള്ള അവസരം ആ വിദ്യാർത്ഥിക്ക് അതിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒപ്പം PDF നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുവാനും പ്രിപ്പറേഷന് അവയെ ഉപയോഗിക്കുവാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രത്യേകിച്ചും ഈ ഒരു COVID-19 ഗ്ലോബൽ പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ ഇതൊക്കെ എത്ര നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാം എന്ന് ഓർത്തു നോക്കുക, വൈസായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നിരവധി എഡ്യൂക്കേറ്റേഴ്സ് ഉള്ള ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് അൺഅക്കാഡമി വിദ്യാർത്ഥികൾക്കായി നൽകുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിരവധി എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഒരിക്കൽ ഒരു വിദ്യാർത്ഥി അൺഅക്കാഡമിയുടെ ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും എഡ്യൂക്കേറ്റേഴ്സ് അവിടെ സന്നദ്ധരാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ വിദ്യാർത്ഥിക്കും ഓരോ ഉദ്യോഗാർത്ഥിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സുകൾ കേൾക്കുവാനും അവ തിരഞ്ഞെടുത്ത് പഠിക്കുവാനുമുള്ള അവസരം അൺഅക്കാഡമി ഒരുക്കുന്നുണ്ട്. ഇനി നാം ഒരു പ്രത്യേക കോഴ്സിന് വേണ്ടിയിട്ടാണ്, പ്രത്യേകം ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ ആ പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ സഹായിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സിന്റെ ഒരു ടീം ഉണ്ട് എന്നുള്ളതും മറക്കേണ്ട. അപ്പൊ ടീം ഓഫ് എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് അവിടെ ലഭിക്കും. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററെ നിരവധി എഡ്യൂക്കേറ്റേഴ്സിൽ നിന്നും സെലക്ട് ചെയ്ത് അവരുടെ ക്ലാസ്സുകൾ കേൾക്കുവാനുള്ള അവസരവും വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് മറക്കരുത്. ഇനി മറ്റൊരു കാര്യം, സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ ആണെന്ന് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഏതാണ്ട് 12-ലധികം ഭാഷകളിൽ അൺഅക്കാഡമിയുടെ ക്ലാസ്സുകൾ ലഭ്യമാണ് എന്നുള്ളത് ഓർക്കുക. മലയാളമുണ്ട്, അതുപോലെ നിരവധി ഭാഷകളിൽ ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, അങ്ങനെ പല ഭാഷകളിൽ 12ഓളം ഭാഷകളിൽ അൺഅക്കാഡമി ക്ലാസ്സുകൾ ലഭ്യമാണ് എന്നുള്ളത് ഓർക്കുക.
ഇനി ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാം. അതായത് നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടെങ്കിൽ, കോളേജിൽ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ സ്ഥലത്ത് ജോലിയുണ്ട്, അതിനുശേഷമാണ് പഠിക്കുന്നത് എങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് എന്ന് ഞാൻ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സമയത്തേക്ക് കോഴ്സ് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ക്ലാസ്സുകൾ കേൾക്കുവാനുള്ള, ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കേൾക്കുവാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇനി അടുത്ത കാര്യം, PDF നോട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമുക്ക് പ്രിപ്പറേഷനിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ എഡ്യൂക്കേറ്ററുമായി ഇന്ററാക്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോകാനുള്ള അവസരമുണ്ട്. ലൈവ് പോളുകളിലൂടെ ആൻസറുകൾ കൊടുക്കാം. ഒപ്പം നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളമായി, ഞാൻ എത്രത്തോളം മെച്ചപ്പെട്ടു, ഇനി ഏത് ഫീൽഡിൽ ഞാൻ കൂടുതൽ മെച്ചപ്പെടണം, ഏതൊക്കെ ഫീൽഡുകൾ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രിപ്പറേഷനെ കൊണ്ടുപോകാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അൺഅക്കാഡമി. മറക്കരുത്. ഇനി എനിക്ക് പറയുവാനുള്ളത്, എന്റെ റെഫറൽ കോഡ് ആയിട്ടുള്ള LINDU-YT എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്കിൽ 12 മാസത്തേക്ക് 10% ഡിസ്കൗണ്ടോട് കൂടി 8415 രൂപയ്ക്ക് ആ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഈ കോഡ് ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ 9350 രൂപയാണ് എന്നുള്ളത് ഓർക്കുക. മറ്റൊരു കാര്യം, 24 മാസം, അതായത് 2 വർഷക്കാലത്തേക്കാണ് നിങ്ങൾക്ക് കോഴ്സ് വേണ്ടി വരിക എന്നുള്ളത് എങ്കിൽ 13,600 രൂപയാണ് സാധാരണഗതിയിൽ. എന്നാൽ LINDU-YT, ഓക്കെ, സ്പെല്ലിംഗ് കണ്ടല്ലോ, LINDU-YT, LINDU-YT എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്കിൽ 10% ഡിസ്കൗണ്ടോട് കൂടി 12,240 രൂപയ്ക്ക് ആ കോഴ്സ് നിങ്ങൾക്ക് 2 വർഷത്തേക്കാണ് ലഭിക്കുവാൻ പോകുന്നത്. അപ്പൊ ഓർക്കുക, ഞാൻ ഏത് ചൂസ് ചെയ്യണം, എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് ഓർക്കുക. അങ്ങനെ പ്രിപ്പറേഷന് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററെ സെലക്ട് ചെയ്യുക. അത്തരത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ LINDU-YT എന്ന റെഫറൽ കോഡ് മറന്നു പോകാതിരിക്കുക. ആ ഒരു ഡിസ്കൗണ്ടോട് കൂടി ഇംഗ്ലീഷ് ഗ്രാമർ ആ ഒരു പാർട്ട് PSC പരീക്ഷകൾക്കുള്ള ഇംഗ്ലീഷ് പോർഷനിൽ നിന്നും നല്ല രീതിയിൽ മാർക്ക് നേടാൻ, മുഴുവൻ മാർക്കും തന്നെ നേടുവാനുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗദർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാം പഠിച്ചു വന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു, അല്ലെ? നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ നമ്മൾ കയറുന്നതിന് മുമ്പ് വീടിന്റെ പേരൊന്ന് നോട്ട് ചെയ്തിരുന്നു. അതായിരുന്നു പാർട്സ് ഓഫ് സ്പീച്ച്, അല്ലെ? പാർട്സ് ഓഫ് സ്പീച്ച് ചില വീടുകളിലൊക്കെ മുൻവശത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും, ഇന്ന വില്ല, ആ വില്ല, ഈ വില്ല എന്നൊക്കെ പറഞ്ഞു, അല്ലെ? എന്ന് പറഞ്ഞാൽ റോസ് വില്ല, പിന്നെന്താണ് ചില പ്രത്യേക പേരുകളിലൊക്കെ വീട്ടുപേരുകൾ, ഓരോ ചിലയിടത്ത് വീട്ടുപേരുകളാകും, ചിലയിടത്ത് വില്ലകൾ എന്നായിരിക്കും. അപ്പൊ പേരുകൾ എഴുതി വെക്കും. അതേപോലെ നമ്മൾ ഇങ്ങനെ കയറുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ ആ വീടിന്റെ പേരെഴുതി, ആ മാളികയുടെ പേരെഴുതി വെച്ചിരിക്കുകയാണ് പാർട്സ് ഓഫ് സ്പീച്ച്. നമ്മൾ അകത്തേക്ക് കയറി. അപ്പൊ നമ്മളെ അമ്മ സ്വീകരിച്ച് അവിടെ ഇരുത്തി. ആദ്യമേ നമ്മളെ വന്ന് കണ്ടത് നൗൺ ആണ്, പിന്നെ നമ്മളെ വന്ന് കണ്ടത് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അവരെ രണ്ടുപേരെയും നമ്മൾ കണ്ടു. ഇവരെ ഉണ്ടല്ലോ, രണ്ടുപേരെയും പല വേഷങ്ങളിൽ PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇരുത്തും. എന്നിട്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഈ ഒരു കുറച്ച് സമയം മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൗണിനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് ഒന്ന് ഓർത്തെടുക്കാം, അല്ലെ? അപ്പൊ നോട്ടുകൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് നൗണിനെ കുറിച്ച് നാം എന്താണ് പഠിച്ചത് എന്ന് ഒന്ന് ഓർത്തെടുക്കുക. നൗണിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്, നൗൺ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളുടെ, ആളുകളുടെ, സ്ഥലത്തിന്റെ, എന്തെങ്കിലും ഒരു അവസ്ഥയുടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയുടെ, അതേപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മലയുടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലിന്റെ, അതിന്റെ ഒക്കെ പേരായിട്ടാണ് നമ്മുടെ നൗൺ എത്തുന്നത്. ഓക്കെ, അപ്പൊ നൗൺ എന്താണെന്ന് പിടികിട്ടിയല്ലോ, ഓർത്തെടുത്തല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഞാനിവിടെ ചില ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ മനസ്സിലൂടെ കൊണ്ടുപോകുക. ഇതിന്റെ ഒക്കെ പേരുകൾ, നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു മലയുടെ, ഒരു കുന്നിന്റെ പേര് മനസ്സിലോർക്കുക, അതിവിടെ എഴുതാം. അതേപോലെ തന്നെ അടുത്തത് കാണിച്ചിട്ടുള്ളത് നമ്മുടെ വീടോ അല്ലെങ്കിൽ വീട്ടുപേരോ അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനമോ, ചിലപ്പോൾ ഹോട്ടൽ ആവും, അങ്ങനെ എന്തെങ്കിലും സ്ഥാപനമാണെങ്കിൽ അത് ഓർക്കുക. നമ്മുടെ പേര് നമ്മുടെ കൂട്ടുകാരിയുടെ പേര്, നമ്മുടെ പേര് നമ്മുടെ മാതാപിതാക്കളുടെ പേര്, നമ്മുടെ പേര് നമ്മുടെ സിബ്ലിങ്സിന്റെ പേര്, അങ്ങനെ നമുക്കറിയാവുന്നവരുടെ പേരുകൾ, അതേപോലെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ, അതിന്റെ ഒക്കെ പേരുകളാണ് നൗൺ എന്ന് ഓർക്കുക. ഇനിയിപ്പോ നമ്മൾ നല്ല സമാധാനപ്രിയയാണെങ്കിൽ, അല്ലെ, നമ്മുടെ ഒരു ക്വാളിറ്റി,
ആ ക്വാളിറ്റി എന്താണ്? നൗൺ ആണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും മോശം ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതും നൗണിന്റെ കൂട്ടത്തിലാണ് പെടുത്തുക. അതേപോലെയുള്ളത് ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ പെടുന്നത്? സ്റ്റുഡൻസ് ആണോ, ടീച്ചേഴ്സ് ആണോ, അത് ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ പെടുന്നത്? അതും എന്താണ്? നൗണിലാണ് പെടുന്നത്. കണ്ടീഷൻ, നമുക്കിപ്പോ യൂത്ത്, യുവാക്കളാണോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ആണോ, നമ്മുടെ ഒരു കാലം അല്ലെ, അത് നമുക്ക് നോക്കാം. അതേപോലെ ഓരോ കണ്ടീഷനെയും നമുക്കിപ്പോ എന്താണ്, വളരെ പഥറ്റിക് ആണോ, അത്തരത്തിൽ ആ ഒരു കണ്ടീഷനെ പറയുന്നതും ഒക്കെ നമുക്ക് നൗണിന്റെ പട്ടികയിൽ പെടുത്താനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കണം. ഇനി അടുത്തത് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ഡിസ്ക്രൈബ് സബ്ജക്ട് ആൻഡ് ഒബ്ജക്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും വരുന്ന ആളുകൾ നൗൺ ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അഡ്ജക്റ്റീവ് ചെയ്യുന്നത് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ഒക്കെ എന്താണ്, നൗൺ ആയിട്ട് വരുന്ന ആളുകളെ ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു, അവരെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നു. അതാണ് അവിടെ ചെയ്യുന്നത്. ഇനി നോക്കുക, ഇവിടെ ബട്ടർഫ്ലൈയുടെ പടമുണ്ട്, 2 സ്റ്റാർസിന്റെ പടമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ നൗൺ ആണെന്ന് നമുക്കറിയാം. ഈ ബട്ടർഫ്ലൈ എങ്ങനെയുള്ള ബട്ടർഫ്ലൈ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ നൗണിനെ ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവ് വെച്ചിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈ എപ്രകാരമുള്ള ബട്ടർഫ്ലൈ ആണെന്ന് പറഞ്ഞു? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഇൻഫർമേഷനെയും തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഈ ഒരു നൗണിനെ പറ്റി നൽകുക എന്നുള്ളതാണ് അഡ്ജക്റ്റീവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഷൈനിങ് സ്റ്റാർസ്, അപ്പൊ ഈ നക്ഷത്രങ്ങൾ അല്ലെ, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അല്ലെ, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഷൈനിങ് എന്ന് പറയുന്നത് വെർബ് അല്ലെ. വെർബിനെ ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അഡ്ജക്റ്റീവ് എപ്രകാരം അഡ്ജക്റ്റീവിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ നോക്കിയായിരുന്നു. അപ്പൊ ഷൈനിങ് സ്റ്റാർസ്, സ്റ്റാർസ് എന്ന് പറയുന്നതാണ് ഇവിടെ നൗൺ, അതുപോലെ ഷൈനിങ് എന്ന് പറയുന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഇതും മറന്നു പോകരുത്, എപ്പോഴും ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബുക്ക്, ചൈൽഡ്ഹുഡ്, കൈൻഡ്, സ്ലേവറി, ഗുണങ്ങളാണ് അല്ലെ. ഗോൾഡ്, സിൽവർ, മുംബൈ, സ്റ്റുഡൻസ്, ഹിമാലയ, ഇത്തരത്തിലുള്ള പേരുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയതാണ്. അപ്പൊ ഇനി നമുക്ക് ആദ്യമായിട്ട് നൗണുകളെ പറ്റി കൂടുതലൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു വരുന്നത്? നൗണിനെയും അഡ്ജക്റ്റീവിനെയും കുറിച്ചാണ്. അപ്പൊ നൗൺ എന്താണ്, അഡ്ജക്റ്റീവ് എന്താണെന്ന് ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ രണ്ടും എന്താണെന്ന് നമുക്കറിയാം. നൗൺ എന്ന് പറഞ്ഞാൽ പലതിന്റെയും പേരുകൾ എന്ന് ഓർക്കുക. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ പേരുകളെ എല്ലാം വിശേഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കൂടെ നടക്കുന്ന ആളുകൾ, നല്ലതാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയുന്ന ആളുകളാണ് അഡ്ജക്റ്റീവ് എന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് നൗൺ എന്ന് പറഞ്ഞപ്പോ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. 2 ഡ്രിങ്ക് കഴിച്ചപ്പോഴാണ് നൗണിന് പല രൂപങ്ങളിലേക്ക് പോകാൻ സാധിച്ചതെന്ന് പറഞ്ഞു. ഒന്നാമത്തേത് കോ കോ കോമ, രണ്ടാമത്തേത് ഫൺ എ കോ എന്ന് പറയുന്ന 2 ഡ്രിങ്കുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, ഈ ഡ്രിങ്ക് എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. കോക്കോ കോമ, അതേപോലെ പണ്ണിക്കോ, പൺ എ കോ, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ 2 കളറുകളിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കുക, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, കോൺക്രീറ്റ് നൗൺ, മെറ്റീരിയൽ നൗൺ. ഓക്കെ, അതേപോലെ തന്നെ പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, കൗണ്ടബിൾ നൗൺ, അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിടികിട്ടിയില്ല? അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കണം, കാരണം ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നോക്കുക, കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞാല് a student likes book. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് a student likes book. ഇത് കോമൺ നൗൺ ആണ്. കാരണം എന്താണ്? സ്റ്റുഡന്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഒരു കൂട്ടം സ്റ്റുഡൻസിനെ മനസ്സിൽ കൊണ്ടുവരും. സ്റ്റുഡന്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് സ്റ്റുഡന്റ് എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. സ്റ്റുഡന്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിദ്യാർത്ഥി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതാണ് ഒരു കോമൺ നൗൺ, കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഓക്കെ, കോമൺ. ഈ സ്റ്റുഡന്റ് എന്ന് കേൾക്കുമ്പോൾ സ്റ്റുഡന്റിന്റെ ഒരു സമൂഹത്തെ നമ്മൾ ഓർക്കും. സ്റ്റുഡൻസ് എല്ലാവരും ഉൾക്കൊള്ളുന്ന സമൂഹമാണ്. അതുകൊണ്ട് ആരെയും വേണമെങ്കിലും നമുക്ക് സ്റ്റുഡന്റ് എന്ന് വിളിക്കാം. അടുത്തത് ടീച്ചർ. അതായത് ടീച്ചർ എന്ന് പറഞ്ഞാലും കുറെ ടീച്ചേഴ്സ് ഉണ്ടാവുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളാണ് ടീച്ചർ. അതുകൊണ്ട് ഒരു ടീച്ചറെ എന്ന് ഏത് ടീച്ചറെ വേണമെങ്കിലും വിളിക്കാം. അതുകൊണ്ട് അതൊരു കോമൺ നൗൺ ആണ്. ഒരു കോമൺ ആയിട്ട് കുറെ പേരെ വിളിക്കുന്ന ഒരു പേരാണ് ടീച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെ വേണമെങ്കിലും ടീച്ചർ എന്ന് വിളിക്കാം. ഇനി നോക്കാം, എ റൈറ്റർ. റൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക
സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റൈറ്റർ. റൈറ്റേഴ്സ് എന്ന ഗ്രൂപ്പിൽ പെടുന്ന ആരെ വേണമെങ്കിലും നമുക്ക് റൈറ്റർ എന്ന് വിളിക്കാം, അത് ഓർക്കുക. അതുകൊണ്ടാണ് കോമൺ നൗൺ. ഇനി a flower has petals. okay, flower എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഫ്ലവർ വേണമെങ്കിലും എടുത്താലോ, പൂവ് ആയിട്ടുള്ള ഏത് പുഷ്പത്തെ വേണമെങ്കിലും നമുക്ക് ഫ്ലവർ എന്ന് വിളിക്കാം. ഓക്കെ, ഫ്ലവേഴ്സിന്റെ പട്ടികയിൽ പെടുന്ന ഏത് ഫ്ലവറിനെ വേണമെങ്കിലും നമുക്ക് ഫ്ലവർ എന്ന് വിളിക്കാം. ഓക്കെ, കോമൺ ആയിട്ട് ഈ കൈ ഓർക്കുക, ഈ കൈയുടെ ഇത് മുഴുവൻ പൂക്കളാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ ഏത് പൂവിനെ വേണമെങ്കിലും നമുക്ക് പൂവേ എന്ന് വിളിക്കാം, അല്ലെ? അപ്പൊ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല ഏത് പൂവാണ്, പക്ഷെ ഫ്ലവർ എന്നുള്ള ആ ഒരു കാര്യം അത് ഒരു കൂട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഗേൾ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ്, കുറെ ഗേൾസ് ഉണ്ടാവും. അപ്പൊ ഗേൾ ആയിട്ടുള്ള ആരെ വേണമെങ്കിലും നമുക്ക് ഗേൾ എന്ന് വിളിക്കാം, അല്ലെ? അപ്പൊ അത് കോമൺ നൗൺ ആണ്. അപ്പൊ കോമൺ നൗൺ ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ അറിയാലോ. ഓക്കെ, ഇനി കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ an army of ants, അതായത് ഉറുമ്പുകളുടെ കൂട്ടം, അല്ലെ? ഉറുമ്പുകളുടെ കൂട്ടം. അപ്പൊ കളക്റ്റീവ് നൗൺ, ഉറുമ്പുകളുടെ കൂട്ടത്തിന് വിളിക്കുന്ന പേരെന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. അപ്പൊ എഴുതാൻ അറിയാലോ, an army of ants എന്നാണ് എഴുതേണ്ടത്. ഇനി നോക്കുക, a pride of lions. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഓർത്ത കാര്യമാണ് a pride of lions, സിംഹങ്ങളുടെ കൂട്ടം, അല്ലെ? ആ ഒരു കൂട്ടത്തെയാണ് കേട്ടോ. ഈ ഒരു വട്ടം ഇവിടെ ഓർത്ത് വെക്കുക, കാരണം ഇതിനകത്ത് മുഴുവൻ ആൾക്കാരുണ്ട്. ഓക്കെ, ഈ ഒരു വട്ടത്തിനകത്ത്, ഈ ഒരു കൂട്ടത്തിനകത്ത് കുറെ ആൾക്കാരുണ്ട്. ഈ ഒരു കൂട്ടത്തെ മൊത്തത്തിൽ വിളിക്കുന്ന പേരുകളാണ് നമ്മൾ ഈ കളക്റ്റീവ് നൗണിൽ പറയുന്നത്. അപ്പൊ പ്രൈഡ് എന്ന് പറയുമ്പോ, പ്രൈഡ് ഓഫ് ലയൺസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മുഴുവൻ എന്താവും? സിംഹമായിരിക്കും, സിംഹങ്ങളായിരിക്കും, അല്ലെ? ഈ ഒരു കൂട്ടത്തിനകത്ത് മുഴുവൻ സിംഹങ്ങളാണ്. നമ്മൾ കാട്ടിലൂടെ തന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം സിംഹം വരുന്നു. അപ്പൊ നമുക്ക് പറയാം, ഓ, എ പ്രൈഡ് ഓഫ് ലയൺസ് കംസ്. okay, a pride of lions comes. okay, then a panel of judges. okay, judges എല്ലാവരും കൂടിയുള്ള ആ ഒരു കൂട്ടത്തെ, അല്ലെ? അതിനെ ഒരു പാനൽ ഓഫ് ജഡ്ജസ് എന്നാണ് പറയുന്നത്. പാനൽ എന്നാണ് പറയുന്നത്, അത് ഓർത്തോണം. പ്രൈഡ് ഓർത്തോണം, ആർമി ഓർത്തോണം. അതുപോലെ ദി ഓഡിയൻസ് ഇൻ ദ ഹാൾ, അല്ലെ? കാഴ്ചക്കാരായിട്ടിരിക്കുന്ന വ്യക്തികൾ, അവരെ നമ്മൾ എല്ലാവരെയും കൂടെ ഓഡിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ താക്കോൽ കൂട്ടം ഉണ്ടെന്ന് കരുതുക, അപ്പൊ നമ്മൾ ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ കൂട്ടം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായാലും, ഒരു കൂട്ടത്തെ പറയുന്ന, അല്ലെ? അതാണ്, ആ ഒരു കൂട്ടത്തെയാണ് ഈ വാക്കുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓർത്തല്ലോ? ഇതിനകത്ത് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ, കാരണം എക്സാമിന് ഇത് കളക്റ്റീവ് നൗൺ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും, ചിലപ്പോൾ കോമൺ നൗൺ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ഒക്കെ എഴുതാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കഴിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരു പ്രാക്ടീസ് സെഷനും കൂടി ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി കോമ, കോ അറിയാം ഇപ്പോ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ. ഇനി അടുത്തത് കോമ എന്താണ്? കോൺക്രീറ്റ് നൗൺ, മെറ്റീരിയൽ നൗൺ. കോൺക്രീറ്റ് നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയും. മൈ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ. അതായത് ഫോൺ നമുക്ക് കാണാൻ പറ്റും, ടേബിൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ടേബിൾ ഇവിടെ എന്താണ്? നൗൺ ആണ്. ഈ പറയുന്ന ഫോൺ നൗൺ ആണ്. രണ്ടും നമുക്ക് ഫോൺ, ടെലിഫോൺ എന്ന് പറയണേ, ടെലിഫോൺ. ടെലിഫോൺ എന്ന് പറയുന്നതിനെ നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റും, അല്ലെ? ടേബിളിനെയും നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റും. ഇനി നോക്കാം, ബുക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് സ്പർശിക്കാൻ പറ്റും. ഫിസിക്കൽ ആയിട്ട് അതിനൊക്കെ എക്സിസ്റ്റൻസ് ഉണ്ട്, അതായത് നമുക്ക് കാണാനും തൊടാനും പറ്റും, ഫിസിക്കൽ ആയിട്ട് അത് അവിടെ ഉണ്ട്. ഓക്കെ, ദി കോഫി നീഡ്സ് മോർ ഷുഗർ. കോഫി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അതുപോലെ നമുക്ക് രുചിച്ച് നോക്കാൻ പറ്റും, അതിന്റെ ചൂട് അറിയാൻ പറ്റും, അതെല്ലാം നമുക്ക് പറ്റും. ഫിസിക്കൽ ആയിട്ട് അതിനവിടെ എക്സിസ്റ്റൻസ് ഉണ്ട്. ഷുഗറിനും അവിടെ എക്സിസ്റ്റൻസ് ഉണ്ട്, അല്ലെ? നമുക്ക് രുചിക്കാൻ പറ്റും ഷുഗറിനെ, അല്ലെ? പഞ്ചസാര, അതിനെ നമുക്ക് രുചിക്കാൻ പറ്റും, അതുപോലെ തൊട്ട് നോക്കാനും ഒക്കെ പറ്റും. ദ കേക്ക് ഈസ് ടേസ്റ്റി. കേക്കിനെ നമുക്ക് രുചിച്ച് നോക്കാൻ പറ്റും, തൊടാൻ പറ്റും, അല്ലെ? അതിന്റെ സ്വീറ്റ്നെസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, I need a fish fry for lunch. Fish fry. Okay, fish fry. അതെന്താണ്? നൗൺ ആണ്. ഇപ്പൊ ലഞ്ചിന് ഫിഷ് ഫ്രൈ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് എന്താണ്? അതൊരു നൗൺ ആണ്. അപ്പൊ അതിനെ നമുക്ക് തൊടാൻ പറ്റും, കഴിക്കാൻ പറ്റും, അല്ലെ? ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. മീറ്റ് മൈ ഫ്രണ്ട് സഞ്ജു. സഞ്ജു എന്ന് പറയുന്ന സുഹൃത്തിനെ കാണാൻ പറ്റും,
ഉണ്ടോ ഇവിടെ നിപ്പുണ്ടോ എന്ന് ഇങ്ങനെ തൊട്ട് നോക്കാൻ പറ്റും, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ സഞ്ജു എന്ന് പറയുന്ന ആള് എന്താണ് കോൺക്രീറ്റ് നൗൺ, ഫിസിക്കലി എക്സിസ്റ്റൻസ് ഉള്ള, ഫിസിക്കലി ഉള്ള എന്തിനേയും നമുക്ക് കോൺക്രീറ്റ് നൗൺ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി മെറ്റീരിയൽ നൗൺ എന്ന് പറയുമ്പോൾ എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഓക്കെ, അത് നമുക്ക് ഇതുമായിട്ട് കോൺക്രീറ്റ് നൗണുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. കാരണം ഇതും മെറ്റീരിയൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതാണല്ലോ, ഫിസിക്കൽ എക്സിസ്റ്റൻസും ഉള്ള സാധനമാണ്. ഓക്കെ, സിൽവർ ചെയിൻ, പിന്നെ ക്ലേ പോട്ട്, ഗോൾഡ് റിംഗ് മെറ്റീരിയൽ നൗൺ ആണ്, കാരണം ഒരു മെറ്റീരിയൽ ആണ് അവിടെ ഉള്ളത്, ഫിസിക്കലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്, ആയതുകൊണ്ട് നമുക്ക് കോൺക്രീറ്റ് നൗണുമായിട്ട് അതിനെ ബന്ധിപ്പിക്കാനും പറ്റുന്നതാണ്. ഹി കീപ്സ് വാട്ടർ ഇൻ എ ക്ലേ പോട്ട്. എന്ത് പോട്ടാണ്? ഒരു ക്ലേ പോട്ടാണ് അല്ലെ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയൊരു പോട്ടാണ്, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോട്ട്, കലമാണ്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ നൗൺ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്ത് നോക്കുക, നമ്മുടെ പൺ ഏക്കോ ആണല്ലോ അടുത്തത്. പൺ, പി എന്താണെന്ന് നോക്കാം. പ്രോപ്പർ നൗൺ ആണ് പി എന്ന് പറയുന്നത്. അത് രവി വെൻ ടു ഖസാക്ക്. ഖസാക്കിന്റെ ഇതിഹാസം ഒക്കെ വായിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ രവി വെൻ ടു ഖസാക്ക്, രവി ഖസാക്കിലേക്ക് പോയി അല്ലെ. അപ്പൊ രവി ഇവിടെ ഒരു രവിയേ ഉള്ളൂ, പ്രോപ്പർ നൗൺ ആണ്. ഖസാക്കും ഒരു ഖസാക്കേ ഉള്ളൂ, വേറൊരു ഖസാക്കും നമുക്കില്ല. അപ്പൊ അതും എന്താണ്, ഒരു പ്രോപ്പർ നൗൺ ആണ്. കാരണം ഈ രവി എന്ന് പറയുന്ന ആളും ഖസാക്ക് എന്ന് പറയുന്ന സ്ഥലവും ഒന്നേ ഉള്ളൂ, 2-3 ഒന്നുമില്ല. അപ്പൊ ഒറ്റയ്ക്കുള്ള അത്തരത്തിലൊരു സ്ഥലം ഒന്നേ ഉള്ളൂ. അപ്പൊ ഒരു ആളെ നമുക്ക് വേറെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മാൻ എന്ന് പറയുമ്പോൾ വേറൊരു മാനെ മാൻ എന്ന് വിളിക്കാൻ പറ്റുന്നത് പോലെ രവി എന്നൊരാളെ വിളിക്കുമ്പോൾ മറ്റൊരാളെയും അതേ സെൻസിൽ രവി എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, അത് അയാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഐ ലവ് മലയാളം അല്ലെ. മലയാളം എന്നുള്ളത് നമ്മുടെ ഭാഷയാണ്. അപ്പം കേരളത്തിന്റെ ഭാഷയായിട്ടുള്ള മലയാളത്തിനെ മാത്രമേ മലയാളം എന്ന് വിളിക്കാനായിട്ടുള്ളൂ. അപ്പൊ അതും പ്രോപ്പർ നൗണിന്റെ കൂട്ടത്തിലാണ്. അതിന് വേറെ ആരെയും നമുക്ക് മലയാളം എന്ന് പോയി വിളിക്കാനായിട്ട് പറ്റത്തില്ല. ജാക്ക് ഫ്രൂട്ട് ഈസ് സ്വീറ്റ്. ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നതിന് ജാക്ക് ഫ്രൂട്ട് അല്ലെ, നല്ല ചക്കയെ മാത്രമേ നമുക്ക്, ചക്കപ്പഴത്തിനെയൊക്കെ മാത്രമേ ജാക്ക് ഫ്രൂട്ട് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. നാളെ പോയിട്ട് ആപ്പിളിനെ ജാക്ക് ഫ്രൂട്ട് എന്ന് വിളിക്കാൻ പാടില്ല അല്ലെ. അങ്ങനെ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റത്തുമില്ല. നാളെ ഇപ്പൊ നെല്ലി മരത്തിൽ നോക്കിയിട്ട് ജാക്ക് ഫ്രൂട്ട് ട്രീ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നെല്ലി മരത്തിന് ദേഷ്യം വരും. അപ്പൊ അത്തരത്തില് നമ്മൾ മറ്റാരെയും അങ്ങനെ വിളിക്കാറില്ല. ഒരാളെ, ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീയെ മാത്രമേ ജാക്ക് ഫ്രൂട്ട് ട്രീ എന്ന് വിളിക്കാറുള്ളൂ. അതുപോലെ അതിന്റെ ഫലത്തെ മാത്രമേ നമ്മൾ ജാക്ക് ഫ്രൂട്ട് എന്ന് വിളിക്കാറുള്ളൂ. ഓക്കെ, ഐ പ്ലാൻ എ ട്രിപ്പ് ടു രാജസ്ഥാൻ. രാജസ്ഥാനിലേക്ക് ഒരു യാത്ര ഞാൻ പ്ലാൻ ചെയ്യാണ് അല്ലെ. അപ്പൊ രാജസ്ഥാനിലേക്ക് പോകണം. അപ്പൊ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം രാജസ്ഥാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് കുറെ നാൾ കഴിയുമ്പോൾ രാജസ്ഥാനിലേക്ക് പോകണമെന്ന്. ഓക്കെ, പിപ്ലാദ്രി എന്ന് പറയുന്നൊരു സ്ഥലത്തെ പറ്റി കേട്ടിട്ട് ആ സ്ഥലത്ത് പോകണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? വാർത്തകളിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അവിടെ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ 111 വൃക്ഷത്തൈകൾ നടുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, പിപ്ലാദ്രി എന്ന് പറയുന്ന ഒരു വില്ലേജ്. അപ്പൊ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ 111 വൃക്ഷത്തൈകൾ നടന്നു. പിന്നീട് ആ പെൺകുട്ടികൾ അതിനെ ബയ്യാമാരായിട്ട് കണ്ട് ആ മരത്തെ രാഗി കെട്ടി അങ്ങനെ പോകുന്നു. അത്തരത്തിലൊരു പ്രത്യേക ഇതുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവര് മരുഭൂമിയായിട്ട് കിടന്ന ഒരു സ്ഥലത്തെ നല്ല ഒരു ഫോറസ്റ്റ് പോലെയൊക്കെ ആക്കി തീർത്ത് തണുപ്പ് കൊണ്ടുവന്നു മരുഭൂമിയുടെ ചൂടിൽ. അപ്പൊ എനിക്ക് പോകണം തോന്നിയിട്ടുണ്ട് അവിടെ. അപ്പൊ രാജസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, ആ ഒരു സ്റ്റേറ്റ്, അത് മാത്രമേ ഉള്ളൂ. കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് അത് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് പ്രോപ്പർ നൗണിന്റെ പട്ടികയിൽ ഇടാൻ പറ്റും അല്ലെ. ഇനി നോക്കുക, അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലെ. ഇത് എയർ പോകുന്നു അല്ലെ, ഇത് 1 എയർ 2 എയർ. കഴിഞ്ഞ ദിവസം ഞാനത് റിപ്പീറ്റ് ചെയ്താണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് എണ്ണി നോക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് 5 എയർ ഉണ്ട്, ഈ ഇരിക്കുന്ന സ്ഥലത്ത് 10 എയർ ഉണ്ടോ എന്നൊന്നും ചോദിക്കാറില്ല, നമ്മൾ അതിനെ എണ്ണാറില്ല. ഇനി ഐ ട്രൈ ടു കൗണ്ട് സാൻഡ് ബട്ട് ഫെയിൽ. ഞാൻ ഒരിടത്ത് പോയി ഇരുന്നു കുറെ ദിവസം, എന്നിട്ട് മണൽത്തരികൾ എണ്ണി നോക്കാനായിട്ട് ശ്രമിച്ചു എന്ന് ഞാൻ പറയാണ്. നിങ്ങൾ പറയും മണ്ടത്തരം എന്ന് പറയും. അതിന് കാരണം എന്താ? നമുക്കതിനെ എണ്ണാനായിട്ട് പറ്റത്തില്ല. അത് തന്നെയാണ് കാരണം. അപ്പൊ എണ്ണാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ. ഷോ സെൽഫ്ലെസ് ലവ്. സ്നേഹം എണ്ണി നോക്കാൻ പറ്റും. 1 സ്നേഹം, 2 സ്നേഹം, 3 സ്നേഹം എന്ന് നമ്മൾ എണ്ണി നോക്കാറില്ല. പണ്ട് 1 മീൻ പോയി 2 മീൻ പോയി കളിച്ചതുപോലെ നമുക്ക് 1 സ്നേഹം പോയി 2 സ്നേഹം പോയി എന്ന് പറഞ്ഞ് എണ്ണാനായിട്ട് പറ്റത്തില്ല. ഇനി പോവർട്ടി ഫെൽ ബിഫോർ ഹർ. അവളുടെ മുമ്പിൽ പോവർട്ടി, ദാരിദ്ര്യം തോറ്റുപോയി അല്ലെ. ചില കുട്ടികളല്ലേ ദാരിദ്ര്യത്തിലൊക്കെ ജീവിച്ചാലും അതിനെ തോപ്പിച്ച് ജയിക്കുന്നവരുണ്ട് അല്ലെ. കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകളിൽ എൻട്രൻസ് ലിസ്റ്റിലൊക്കെ കയറി കുട്ടികളുടെയൊക്കെ വാർത്തകൾ നമ്മൾ വായിച്ചു. ദാരിദ്ര്യത്തെയൊക്കെ തോൽപ്പിച്ച് നല്ല റാങ്കോട് കൂടി അതിനെ പരാജയപ്പെടുത്തുന്ന കുട്ടികളുണ്ട്. അപ്പൊ ആ പോവർട്ടി എന്ന് പറയുന്നത് അതിനെ നമുക്ക് എണ്ണി നോക്കാനായിട്ട് പറ്റത്തില്ല.
ഓക്കെ, അപ്പൊ ആ ഒരു എണ്ണി നോക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ, അവസ്ഥയെ നമുക്ക് എണ്ണി നോക്കാനായിട്ട് പറ്റത്തില്ല. സ്ലേവറി എണ്ണി നോക്കാൻ പറ്റത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള ആരൊക്കെയാണ് സ്ലേവ്സ് എന്ന് എണ്ണി നോക്കാം. പൊവേർട്ടി അനുഭവിക്കുന്നവർ എത്ര ആണെന്ന് എണ്ണി നോക്കാം. പക്ഷെ അതിനെ ആ ഒരു കാര്യത്തെ, ഒരു അവസ്ഥയെ നമുക്ക് എണ്ണി നോക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതാണ് അൺകൗണ്ടബിൾ. ഓക്കെ, ഇനി അടുത്തത് പോലെ ഏക്കോ അല്ലെ, ഏക്കോ എന്നല്ലേ നമ്മൾ പഠിച്ചത്. അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? I like her, she is intelligent, cruel man hits his wife. അവിടെ നോക്കുക, she is intelligent എന്നുള്ളത് ഓർക്കുക. ഇതാണ് അതൊരു ഗുണത്തെയാ അല്ലെ, ഗുണമാണ് കാണിക്കുന്നത്. ആ ഒരു എന്താണ്, ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം എന്താണോ അതാണ്. പിന്നെ ക്രൂവൽ ആയിട്ടുള്ള ഒരാള് എന്ന് പറഞ്ഞാല് അയാളുടെ മെന്റാലിറ്റിയാണ് കാണിക്കുന്നത്. ക്വാളിറ്റി അല്ലെ, മോശമായിട്ടും നല്ലതായിട്ടുമുള്ള ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റീസിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അതാണ് അബ്സ്ട്രാക്ട് നൗൺ, ഗുണനാമങ്ങൾ. ഓക്കെ, ഗുണത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നൗൺ. അതായത് ആപ്പിൾ ഈസ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. ആപ്പിളിനെ എനിക്ക് എണ്ണാൻ പറ്റും. അതാണ് ആപ്പിൾ, ഒരു ആപ്പിൾ, 2 ആപ്പിൾ എന്നൊക്കെ എണ്ണാൻ പറ്റും. I bought 5 new books. I bought 5 new books. 5 പുതിയ ബുക്കുകൾ എനിക്ക് എണ്ണി നോക്കാൻ പറ്റും. കൗണ്ടബിൾ ആണ്. 3 cars run so fast. 3 കാറുകൾ ഭയങ്കര സ്പീഡിൽ പോകുന്നു. 3 കാർ എന്ന് ഞാൻ എണ്ണി നോക്കി, എണ്ണാൻ പറ്റുന്നതാണ്. Your kids are cute. നിങ്ങളുടെ കുട്ടികൾ വളരെ ക്യൂട്ട് ആണ്, മനോഹരമായിട്ടുള്ള കുട്ടികളാണെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? യുവർ കിഡ്സ്, എത്ര കിഡ്സ് ഉണ്ടോ അത്രയും കിഡ്സിനെ എണ്ണി നോക്കാൻ പറ്റുന്നതാണ്. സോ കൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പൺ ഏക്കോ എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഇത് വെച്ചിട്ട്, ഓക്കെ, ഡ്രിങ്കിന്റെ പേരാണെന്ന് ഓർത്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ടൈപ്സ് ഓഫ് നൗൺ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കോക്കോ, കോമ, അതുപോലെ പൺ ഏക്കോ ഓർത്തിരുന്നോണം കേട്ടോ. ഇത് മറന്നു പോവല്ലേ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് കോ, കോ, കോമ, പൺ കോ എന്നോർത്തിരുന്നാ മതി. കോ, 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 മ, പൺ കോ ഓർത്തിരി. ഇതാണ് നമ്മുടെ നൗണുകൾ. പലതരത്തിലുള്ള നൗൺ എന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ഒറ്റ കാര്യം മതി, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ രസകരമായിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാക്കി പഠിക്കുക കേട്ടോ. നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ഉണ്ടാക്കി പഠിക്കുക. രാവിലെ ഞാൻ, എന്റെ പേര്, എന്റെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, എന്റെ വീട്ടുപേര്, അത് വേറെ ആർക്കും ഉണ്ടാവത്തില്ല. ഇപ്പൊ പ്രോപ്പർ നൗൺ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പഠിക്കുക. അതേപോലെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ജാക്ക് ഫ്രൂട്ട് കാണുന്നു. ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ടിന് മാത്രമേ അങ്ങനെ പേരുള്ളൂ. അപ്പൊ ആ രീതിയിൽ എന്താ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് നിങ്ങൾ ഇതിനെ പഠിക്കുക. കോക്കോ, കോമയും പൺ ഏക്കോയും ഓർത്തിരിക്കുക. പറ്റുമ്പോക്കെ എടുത്ത് കുടിക്കുക. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ള, അതായത് 2015 മുതലുള്ള ചോദ്യങ്ങളിൽ നിന്നും ഞാൻ തെരഞ്ഞു പിടിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണിത്. 2015 മുതലുള്ള ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർക്ക് കളക്റ്റീവ് നൗണിനെയാണ് ഭയങ്കര ഇഷ്ടവും തോന്നുന്നു അല്ലെ. ചോദ്യങ്ങളിൽ വരുന്നത് കളക്റ്റീവ് നൗൺ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് കളക്റ്റീവ് നൗണോട് ഭയങ്കര സ്നേഹമാണ്. ചിലപ്പോൾ അത് മാറിയൊക്കെ വന്നിട്ടുണ്ട്. അഡ്ജക്റ്റീവ്സിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് PSC പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ചുമ്മാ റോട്ട് ലേണിംഗ്, അതായത് കാണാതെ പഠിച്ച് പോയിട്ട് നമുക്ക് ചിലപ്പോൾ കാണാതെ പഠിച്ചത് അവിടെ ചെല്ലുമ്പോൾ മറന്നു പോയിട്ട് കൺഫ്യൂഷൻ ഒക്കെ വരും. അപ്പൊ അതിലും എന്തുകൊണ്ടും നല്ലതായിട്ടുള്ള ഒരു കാര്യം ബേസ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എഫക്റ്റ് അല്ല, നമ്മൾ ബേസ് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുമ്പോൾ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരാൻ കാരണം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. ഓക്കെ, പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ ഇതിനകത്ത് നിന്ന് എടുക്കാനാ പറഞ്ഞേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എ ഡാഷ് ഓഫ് മ്യൂസീഷ്യൻസ്. ആൻസർ എന്തായിരിക്കും? ക്രൗഡ്, ഷോ, ക്രൂ, ബാൻഡ്. ഇതിലെന്താ ആൻസർ? നിങ്ങൾ പറഞ്ഞത് തന്നെ, ബാൻഡ്. നിങ്ങൾക്കറിയാം അല്ലെ, എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് എന്നുള്ളതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ചിലപ്പോ വേറെ എന്ത് വേണമെങ്കിലും ചോദിക്കാം കളക്റ്റീവ് നൗൺ ആയിട്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഡാഷ് ഓഫ് ആൻസ്, എ ഡാഷ് ഓഫ് ലയൺസ്, എന്ത് വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം.
ഓക്കെ, അപ്പൊ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയാം. മുമ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ റഫറൽ കോഡ് ഉപയോഗിച്ചുള്ള കോഴ്സിൽ നിങ്ങൾ വരണം. അപ്പൊ നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകും. നിങ്ങൾക്ക് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാസക്കാലം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ കേൾക്കുമ്പോൾ ചോദ്യങ്ങൾ മാത്രമല്ല നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പലരും ഇങ്ങനെ ചോദിച്ചു, മിസ് എന്താണ് ഇത്രയും ഡീപ്പായിട്ട് പോയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ഉത്തരം ഇതാണ്. ഡീപ്പായിട്ട് പോകുന്നതിന് കാരണങ്ങൾ മനസ്സിലാക്കി ചോദ്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് കാണാതെ പഠിച്ചിട്ട് പോയിരിക്കുമ്പോൾ ഉള്ള ആ ഒരു വിറയലില്ല എന്ന് തോന്നും. കോൺഫിഡന്റ് ആയിട്ട് ഇതാണ് അതിന്റെ ഉത്തരം എന്ന് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. കാരണം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. ഞാൻ നേരത്തെ എന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, സ്പെല്ലിംഗ് പോലും അറിയാതിരുന്നൊരു വിദ്യാർത്ഥിനി പ്രാക്ടീസിലൂടെ ഹാർഡ് വർക്കിലൂടെ ഒക്കെ ബേസ് മനസ്സിലാക്കി എടുക്കുന്ന കാര്യം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മളും എല്ലാവരും, ഞാൻ ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. റോട്ട് ലേണിംഗ് അത് എനിക്ക് തോന്നുന്നു പെട്ടെന്നൊരു കാര്യത്തിന് ചിലപ്പം സാധിച്ചെന്നിരിക്കും. പക്ഷെ നമുക്ക് നല്ലൊരു അറിവ് പഠിക്കുന്ന കൂട്ടത്തിൽ, ഒരു പരീക്ഷയ്ക്കുള്ള വിജയത്തിന്റെ കൂട്ടത്തിൽ നല്ല അറിവ് കൂടി കിട്ടി നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിരിക്കും നമ്മുടെ മുൻപോട്ടുള്ള പോക്ക് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് കണ്ടു. ഈ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് പോലെ ഇത് 2015 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് കിട്ടിയത് ആണ്. 2015 പിന്നീട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ ഏത് മാസത്തെ പരീക്ഷയ്ക്ക് ഏത് പരീക്ഷയ്ക്ക് എന്നുള്ള കാര്യങ്ങളും ഞാൻ പറയാം. അപ്പൊ 2015 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഇനി നോക്കുക, രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഓഫ് ലേഡീസ് പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. ഓക്കെ, ഇത് വിഇഒ ആ ഒരു പരീക്ഷയ്ക്ക്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഡാഷ് ഓഫ് ലേഡീസ് പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. മറ്റേത് ഞാൻ പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ട്. 2015 ഒരു ചോദ്യമായിരുന്നു അത്. ഇത് 2019 വിഇഒ ആ ഒരു ചോദ്യത്തിൽ നിന്ന് ലഭിച്ചതാണ്. ഡാഷ് ഓഫ് ലേഡീസ് പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. ലേഡീസ്, ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ആണോ? ഗ്രൂപ്പ് ഇവിടെ ഇല്ല അല്ലെ. ബെഞ്ച് ഓഫ് ലേഡീസ് ആണോ? ബെഞ്ച് ഓഫ് ലേഡീസ് ആവത്തില്ല. Then bevy of ladies ആണോ? Swarms of ladies ആണോ? Brood of ladies ആണോ? അറിയത്തില്ലല്ലോ. bevy of ladies ആണ് ഉത്തരം. bevy. ഓക്കെ, ആ ഒരു സ്ത്രീകളുടെ ആ ഒരു സമൂഹം എന്ന് കാണിക്കാനാണ് bevy of ladies എന്ന് പറയുന്നത്. bevy. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കളക്റ്റീവ് നൗണിൽ നിന്ന്. കളക്റ്റീവ് നൗണിനെ ഒരിക്കലും PSC ഉപേക്ഷിച്ചിട്ടില്ല. PSC എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നതാണ് കളക്റ്റീവ് നൗൺ. അതുപോലെ തന്നെ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ പഠിച്ചിട്ടുള്ള നൗണിൽ തന്നെ ഇത്രയും പേരെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ഈ ഇത്രയും ആൾക്കാരെ എപ്പോ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് മറന്നു പോകരുത്. ഇനി വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ ഗ്രൂപ്പ് ഓഫ് ഫിഷ്? ഗ്രൂപ്പ് ഓഫ് ഫിഷിനെ എങ്ങനെ പറയും? ഫിഷസ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. ഫിഷസ് എന്ന് നമ്മൾ ചിലർ യൂസ് ചെയ്യും, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ എഴുതാൻ പാടില്ല. ഗ്രാമാറ്റിക്കലി അത് എററാണ്. അപ്പൊ ഫിഷിന്റെ ഗ്രൂപ്പിനെ എന്താണ് പറയുന്നത്? ഫിഷസ് എന്നല്ല പറയുന്നത്. പിന്നെയോ എന്താണ് പറയുന്നത്? കവേ, മോബ്, ബറ്റാലിയൻ, സ്കൂൾ. ഇതിൽ ഏതായിരിക്കും? ടക്കടക്കാന്ന് വരച്ചിട്ടുണ്ട് അല്ലെ. സ്റ്റുഡൻസ് ആണോ? സ്കൂൾ നമ്മൾ സാധാരണ സ്റ്റുഡൻസിന്റെ കൂടെ അല്ലേ പറയുന്നത്. കവേ അങ്ങനെ നമ്മൾ കേട്ടിട്ടുമില്ല. എന്താ അത്? മോബ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ, എവിടെയോ കേട്ടിട്ടുണ്ട്. ബറ്റാലിയൻ നമുക്ക് എപ്പോഴും അറിയാവുന്ന വാക്കാണ്. ഇതിൽ ഏതായിരിക്കും? സ്കൂളാണ് ആൻസർ. സ്കൂൾ ഓഫ് ഫിഷ് എന്നുള്ളതാണ് ആൻസർ. പ്രതീക്ഷിക്കത്തില്ലല്ലോ. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും സ്റ്റുഡൻസ് ആണ്, പക്ഷെ സ്റ്റുഡൻസ് അല്ല. ഓർക്കുക, സ്റ്റുഡൻസ് ആണ് എപ്പോഴും സ്കൂളിന്റെ കൂടെ വരുന്നത്. സ്കൂളിൽ ചില സമയത്ത് ഫിഷിന്റെ കൂടെയും പോകാറുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഫിഷ് ആണ് ഇവിടെ ആൻസർ. അപ്പൊ കളക്റ്റീവ് നൗൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോ ഈ പ്രാവശ്യം ചോദിക്കാൻ പോകുന്നത് പ്രോപ്പർ നൗൺ ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോപ്പർ നൗൺ ചോദിച്ചാൽ അറിയാം, മെറ്റീരിയൽ നൗൺ ചോദിച്ചാൽ അറിയാം, കോമൺ നൗണിൽ നിന്ന് ചോദിച്ചാൽ അറിയാം, അബ്സ്ട്രാക്ട് നൗണിൽ നിന്ന് ചോദിച്ചാൽ അറിയാം, കോൺക്രീറ്റ് നൗണിൽ നിന്ന് ചോദിച്ചാൽ അറിയാം, മെറ്റീരിയൽ നൗണിൽ നിന്ന് ചോദിച്ചാൽ അറിയാം, കളക്റ്റീവ് നൗണിൽ നിന്ന് ചോദിച്ചാൽ അറിയാം. എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ? കളക്റ്റീവ് നൗൺ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് പഠിക്കണം. ഞാൻ ഇവിടെ പറയും, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ വായിക്കുമ്പോഴും കണ്ടുപിടിക്കണം. അവ കണ്ടുപിടിച്ച് ഒരു ബുക്കിൽ എഴുതി വെച്ച് അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, പത്രം വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നോവൽ വായിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള കളക്റ്റീവ് നൗണിനെ അല്ലെങ്കിൽ പ്രോപ്പർ നൗണിനെ ഒക്കെ
സാധാരണ പ്രോപ്പർ നൗൺ ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ തോന്നാറൊന്നുമില്ല. പക്ഷെ ഈ കളക്റ്റീവ് നൗൺ നമുക്ക് സംശയങ്ങൾ തോന്നാറുണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല സ്ട്രെസ് കൊടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കളക്റ്റീവ് നൗൺ. അപ്പൊ അത് ഓർക്കുക. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഉള്ളത് പ്ലൂറൽസും നൗണിന്റെ പ്ലൂറൽ ആക്കുന്നത് നൗണിന്റെ സിംഗുലർ ആയിട്ടുള്ള ആ 2 വാക്കുകളാണ്. ഇന്ന ആളുടെ പ്ലൂറൽ എന്താണ്, അങ്ങനെ നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നോക്കുക, വിച്ച് ഇസ് എ കളക്റ്റീവ് നൗൺ? സ്ട്രെങ്ത്, സൈറ്റ്, ടീം, ടേബിൾ. ഇത് നിങ്ങൾ തന്നെ ചെയ്യും. കളക്റ്റീവ് നൗൺ ഏതാ? ഈസി അല്ലേ അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ. അതിനകത്ത് കളക്റ്റീവ് നൗൺ കണ്ടുപിടിച്ചവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 4ാമത്തെ ചോദ്യത്തിൽ നിന്നും കളക്റ്റീവ് നൗൺ ഏതാണെന്ന് കണ്ടുപിടിച്ചവർ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഒക്കെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണ്ടേ. അപ്പൊ നിങ്ങൾ വിച്ച് ഈസ് എ കളക്റ്റീവ് നൗൺ എന്നുള്ള 4ാമത്തെ ചോദ്യത്തിനാണ് ഏതാണ് ഉത്തരം? A, B, C, D അങ്ങനെ 4 ചോദ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ അതിനുള്ളൊരു ഉത്തരം കമന്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നുള്ളത് ഞാൻ അറിയാനാണ്. ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്, നിങ്ങൾ പണ്ടും പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുമ്പോ ജസ്റ്റ് ഒരു വെട്ടങ്ങാണ്ട് അടിച്ചു, അപ്പൊ നിങ്ങൾ പെറുക്കിയെടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ പെറുക്കിയെടുത്തവരെല്ലാം അവിടെ കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നാളെ നമുക്ക് അതേപ്പറ്റി പറയാം. അപ്പൊ ആൻസർ തരണം കേട്ടോ. ഇനി 5ാമത്തെ ചോദ്യം, noun form of evaporate. noun form of evaporate ഇതും നിങ്ങൾ അവിടെ കമന്റ് ചെയ്യണം. 4ഉം 5ഉം. evaporant ഉണ്ട്, evaporates ഉണ്ട്, evaporation ഉണ്ട്, evaporated ഉണ്ട്. ഇതിലെ ആൻസർ ഏതാണെന്നും അവിടെ നിങ്ങൾ കമന്റ് ചെയ്യണം. evaporateന്റെ noun form ഏതായിരിക്കും? കമന്റ് ചെയ്യാം. ഓക്കെ. plural form of goose. ഞാൻ പറഞ്ഞില്ലേ സിംഗുലറും പ്ലൂറലും ചോദിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പൊ 4ഉം 5ഉം നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി പ്ലൂറൽ ഫോം ഓഫ് ഗൂസ്, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചോട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അവിടെ ഉത്തരം എഴുതുക. അപ്പൊ പ്ലൂറൽ ഫോം ഓഫ് ഗൂസ് എന്താണ്? ഇത് നിങ്ങൾ അവിടെ എഴുതിക്കോ. നിങ്ങൾ കമന്റ് ചെയ്തു, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തു. കമന്റ് ചെയ്യണം, കേൾക്കുന്നവർക്ക് കമന്റ് ചെയ്യണം കേട്ടോ. പ്ലൂറൽ ഫോം ഓഫ് ഗൂസ് കമന്റ് ചെയ്യാം. ഞാൻ ഏതൊരു ക്ലാസ്സിൽ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ കമന്റ് ചെയ്യണം. ഇനി അഡ്ജക്റ്റീവ്സ്, സാധാരണ നമ്മൾ കേട്ടതാണ്. അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഉത്തരം പറയാത്തതുകൊണ്ട് പഴക്കമൊന്നുമില്ലല്ലോ. കാരണം എന്താ, ലാസ്റ്റത്തെ ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ അതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടതാണ്. ഇതിന് ഉത്തരമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ, നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. കുട്ടികൾ ഇങ്ങോട്ട് റെസ്പോൺസ് ഇല്ലെങ്കിൽ ഒരു സുഖമില്ലേ, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് കമന്റ് ചെയ്യുക കേട്ടവരൊക്കെ. ഓക്കെ. ഇനി അഡ്ജക്റ്റീവ്സ് ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് എ നൗൺ. പിന്നെ ഉത്തരം കമന്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നും നോക്കി എഴുതരുത്, അവനോട് തോന്നുന്ന ഉത്തരം എഴുതാവുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യുള്ളൂ എനിക്ക് അറിയാം, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ആ ഒരു എത്രത്തോളം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ. ഇനി അഡ്ജക്റ്റീവ്സ് ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് എ നൗൺ. ഒരു നൗണിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അഡ്ജക്റ്റീവ്സ് നൽകുന്നത് നമുക്കറിയാം. അഡ്ജക്റ്റീവ്സ് പലതരത്തിലുണ്ട്, പല വേഷങ്ങളിൽ അഡ്ജക്റ്റീവ് വരാറുണ്ട്. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി നമ്മൾ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? വർക്കിയെടുത്ത് പെട്ടെന്ന് വർക്കിയെടുത്തേ. Adjectives of quantity, adjectives of number, demonstrative adjectives, emphasizing adjectives, exclamatory adjectives, adjectives of origin or material, adjectives of color, interrogative adjectives, adjectives of age, adjectives of shape. ഇങ്ങനെ പലതരത്തിൽ adjectives ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനുള്ള എക്സാമ്പിൾസ് പഴയ ക്ലാസ്സിൽ നിന്നും തപ്പിയെടുത്ത് ഓർത്തെടുത്ത് കൊണ്ടുപോകണം. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എന്തെങ്കിലും ഒരു ക്വാളിറ്റിയെ പറ്റിയിട്ട് പറയുന്നതാണ്. പിന്നെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് അല്ലെ. എക്സാമ്പിൾ ഒക്കെ നേരത്തെ തന്നിട്ടുള്ളത് കൊണ്ട് ഒന്നും കൂടി ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോട്ട് എടുത്ത് നോക്കുക. ക്ലാസ്സുകൾ വീണ്ടും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നുകൂടി ക്ലാസ്സുകൾ കേട്ട് നോക്കുക. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്, എംഫസൈസിങ് അഡ്ജക്റ്റീവ്സ്, exclamatory adjectives കഴിഞ്ഞ ദിവസം പറഞ്ഞാണല്ലേ. adjectives of origin, അതായത് exclamatory adjectives എന്താ? നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ സ്ട്രോങ് ഫീലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള adjectives ആണ്. adjectives of origin നമുക്കറിയാം അല്ലെ. എക്സാമ്പിൾസ് നിങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കുക. ഇപ്പോ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. അതായത് എവിടെയാണോ, എന്തിൽ നിന്നുണ്ടാക്കിയതാണ്, ഏത് രാജ്യത്ത് നിന്നുള്ള ആളാണ്, എന്തിൽ നിന്നുണ്ടാക്കിയ വസ്തുവാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളത് എഴുതുക.
അഡ്ജക്റ്റീവ്സിനെ അതായത് adjectives of origin ആയിട്ട് എഴുതുക. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, അത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് adjectives of color. എന്ത് കളറാണ് അല്ലെ, എന്തെങ്കിലും ഒരു noun അതിന് എന്നാ കളറാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് adjectives of color അവിടെ വരുന്നത്. പിന്നെ ഉള്ളത് interrogative adjectives ആണ്. interrogative adjectives എന്ന് പറയുമ്പോൾ whose അല്ലെങ്കിൽ what അല്ലെങ്കിൽ അങ്ങനെ interrogative ആയിട്ടുള്ള പദങ്ങൾ വരുന്നത്. ഓക്കെ, whose sister ആണ് നമ്മൾ അവിടെ എക്സാമ്പിൾ കൊടുത്തതെന്ന് തോന്നുന്നു അല്ലെ. what program അങ്ങനെയൊക്കെ ചോദിക്കാം. അടുത്ത നോക്കുക adjectives of age. adjectives of age എന്ന് പറയുമ്പോൾ ഏത് പ്രായത്തിലുള്ളതാണ് അല്ലെങ്കിൽ എത്ര പഴയതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. adjectives of shape ഏത് ഷേപ്പിലുള്ളതാണ്. എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ, മനസ്സിലുണ്ടല്ലോ എക്സാമ്പിൾ ഏതാണ്? റൗണ്ട് ടേബിൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഓക്കെ ഫൈൻ. ഇനി നമുക്കറിയാം അല്ലെ adjectives എവിടെ കൊണ്ട് വെക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. പൊസിഷൻസ് ഓഫ് adjective അല്ലെ, ഏതൊക്കെ പൊസിഷനിൽ നമ്മൾ adjectivesനെ വെക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ attributive പൊസിഷൻ ആണ്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ predicative പൊസിഷൻ ആണ്. attributive പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, ഒരു നൗണിന് മുൻപാണ് ചെയ്യാറ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒന്ന് എഴുതാം. അതായത് attributive പൊസിഷൻ എന്ന് പറഞ്ഞാൽ നൗണിന് മുൻപായിരിക്കും നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ ഒന്ന് എഴുതാം. റോസ് എന്ന് എഴുതി റെഡ് റോസ് ആക്കാം അല്ലെ, റെഡ് റോസ് എന്ന് അവിടെ ചേർക്കാം. എ റോസ് എന്നുള്ളത് എ റെഡ് റോസ് അല്ലെ, ചുവന്ന റോസ പുഷ്പം എന്നാക്കാം. അപ്പൊ നൗൺ ഇതാണ്, റോസ് ആണ്, അതിന് മുമ്പാണ് നമ്മൾ റെഡ് എന്ന് ചേർക്കുന്നത്. ഓക്കെ, അപ്പൊ റെഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഇവിടെ വരുന്നത്. അപ്പൊ നൗണ് ഇവിടെയാണ്, അഡ്ജക്റ്റീവ് ഇവിടെയാണ്. അപ്പൊ ഓർക്കുക നൗണിന് മുൻപായിരിക്കും ആട്രിബ്യൂട്ടീവ് പൊസിഷനിൽ അഡ്ജക്റ്റീവിനെ നമ്മൾ വെക്കാറ്. അപ്പൊ ചില പ്രത്യേക പദങ്ങൾ അങ്ങനെ മാത്രമേ നമ്മൾ വെക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ, അതായത് മെയിൻ ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ക്ലാസ്സുകളിൽ ഏതൊക്കെ പദങ്ങളാണ് ആട്രിബ്യൂട്ടീവ് പൊസിഷനിൽ മാത്രം വെക്കേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. അതേപോലെ ഏതൊക്കെ പദങ്ങളാണ്, ഏതൊക്കെ അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റീവ് പൊസിഷനിൽ വെക്കേണ്ടത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് ഇപ്പോഴൊന്ന് നോക്കി പോവാം. പ്രെഡിക്കേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ലിങ്കിങ് വെർബ് അല്ലെ. ലിങ്കിങ് വെർബിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പൊ ലിങ്കിങ് വെർബിന് ശേഷം മാത്രമേ ആര് വരാവുള്ളൂ, നമ്മുടെ അഡ്ജക്റ്റീവ് വരാവുള്ളൂ. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇവിടെ നോക്കിയ ഗേൾ എന്ന് പറയുന്ന നൗൺ ഉണ്ട്, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഉണ്ട്. ഇത് രണ്ടുപേരും വന്നത് ഈസ് എന്ന് പറയുന്ന ലിങ്കിങ് വെർബിന് ശേഷമാണ്. റൂൾ ശരിയായില്ലേ ഇവിടെ? ഓക്കെ അല്ലേ? ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും കൂടെ ഇന്ന് റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ ഇത് ഓർത്തെടുക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഫോർമേഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് നമുക്കറിയാം അല്ലെ. ഫ്രം നൗൺസ്, നൗണിൽ നിന്നും അഡ്ജക്റ്റീവ് ഉണ്ടാവും. ബോയ് എന്ന് പറയുന്ന നൗണിൽ നിന്നും ഉണ്ടായ അഡ്ജക്റ്റീവ് ആണ് ബോയ്ഷ്. A boyish attire. ഓക്കെ, അടുത്തത് സം ഫ്രം verbs, വെർബിൽ നിന്നും. റിംഗിങ് ടെലിഫോൺ, ബെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെലിഫോണെ നോക്കട്ടെ. ലുക്ക് അറ്റ് ദാറ്റ് റിംഗിങ് ടെലിഫോൺ അല്ലെ. റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെലിഫോൺ നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ വെർബിൽ നിന്നുമാണ് ഈ അഡ്ജക്റ്റീവ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നൗണിൽ നിന്നും അവിടെ ഉണ്ടായിരിക്കുന്ന അഡ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ? സംശയമൊന്നും ഇവിടുന്ന് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ മുൻപിലത്തെ ക്ലാസ്സുകൾ കാണണം കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ക്ലാസ്സുകൾ എല്ലാവരും കേട്ടിട്ട് പിന്നെ അങ്ങ് വിടും. ആദ്യത്തെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ പാർട്ട് 1 നിങ്ങൾ നോക്കണം. പാർട്ട് 1 നോക്കിയിട്ട് അതിനകത്തായിരിക്കും നൗണിനെ പറ്റി പറയുക. അതിനകത്തായിരിക്കും മുമ്പ് പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ട്രിക്കുകൾ ഉള്ളത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പാർട്ട് 2 ആണ്. അതിനകത്ത് അഡ്ജക്റ്റീവിനെ പറ്റി, നൗണിന്റെ തന്നെ പാർട്ടുകളുണ്ട്. അതിനുശേഷമാണ് അഡ്ജക്റ്റീവിലേക്ക് വന്നത്. അഡ്ജക്റ്റീവും 3 പാർട്ടുകളിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നാലാമത് ഇതിനെ രണ്ടിനെയും കവർ ചെയ്ത സെഷനിൽ നിന്നുമുള്ള നമ്മുടെ ഒരു റിവിഷൻ മാത്രമാണ്. ചിലപ്പോ പെട്ടെന്ന് ഈ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും എല്ലാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുകയാണല്ലോ എന്ന്. പക്ഷെ ഇതിനു മുൻപുള്ള പ്ലേലിസ്റ്റിൽ നിന്നും ആദ്യത്തെ ക്ലാസ്സുകൾ തൊട്ട് കണ്ടുപോവുക. നിങ്ങൾക്കിത് കൃത്യമായിട്ട് ഉപകരിക്കും. ഞാനത് അഷ്വർ ചെയ്ത് പറയാണ്. നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾ
മനസ്സിലാക്കണം, ക്ലാസ്സുകൾ കാണണം. നിങ്ങളെ പരീക്ഷകൾക്കും നിങ്ങൾക്ക് പിന്നീട് എഴുതാനും പറയാനും ഒക്കെ ക്ലാസ്സുകൾ ഉപകരിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലീഷ് പറയാൻ പലർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. ഇംഗ്ലീഷ് എഴുതാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട്, പറ്റുന്നില്ല. കാരണം എന്താ? നമുക്ക് ഒന്നുകിൽ ഭാഷ, അതിനകത്തെ വാക്കുകൾ അറിയത്തില്ല. അതേപോലെ തന്നെ നമുക്ക് പറ്റുന്ന ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ എല്ലാവർക്കും അറിയാം, ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ശ്രമിച്ചു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നതിലൊരു താല്പര്യമുണ്ട്. എന്തെങ്കിലും നമുക്കൊന്ന് പറയാല്ലേ, നീ ശ്രമിച്ചല്ലോ എന്തെങ്കിലും പറയും. പക്ഷെ ഒന്നും ശ്രമിക്കാതെ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് പറയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതത്തില്ല എന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയാണ്, നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. മറന്നു പോകരുത്, ഇംഗ്ലീഷും മലയാളവും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, രണ്ടും നമുക്ക് പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്ത് പഠിക്കുക. പല ജോലികൾക്ക് PSC ഉൾപ്പെടെയുള്ള പല ജോലികൾക്ക്, PSC-യിൽ നിന്നുമുള്ള ജോലികൾക്ക് ഉൾപ്പെടെ, ഗവൺമെന്റ് ജോലികൾ ഉൾപ്പെടെ പല ജോലികൾക്ക് സഹായകമാണ് നമ്മുടെ ഭാഷ എന്ന് ഓർക്കുക. അപ്പൊ ആ രീതിയിൽ പഠിക്കുക, കാണാതെ പഠിച്ചു പോകാതെ ബേസ് മനസ്സിലാക്കി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല സ്റ്റെപ്പുകൾ നമ്മൾ കെട്ടുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നല്ല രീതിയിൽ കെട്ടിയിട്ട് നല്ല ബേസ് കൊടുത്തിട്ടാണ് നമ്മൾ പിന്നുള്ള സ്റ്റെപ്പുകൾ കെട്ടുന്നത്. ആ സ്റ്റെപ്പുകൾ വഴി കയറിപ്പോയി നമ്മൾ എവിടെയാണോ സ്വപ്നം കണ്ടത് അവിടെ നമ്മൾ എത്തിച്ചേരണം. ഒരു ദിവസം നമ്മൾ അവിടെ എത്തിച്ചേരും. അപ്പൊ അതിനെ ശ്രമിക്കുക. പറയാൻ അറിയത്തില്ലെങ്കിൽ അതിനർത്ഥം എന്താ? എന്റെ ഉള്ളില് ഇതിനെ പറ്റിയിട്ടൊരു അറിവില്ല എന്ന് ഭയങ്കര ഒരു ബോധം വന്നിട്ടല്ലേ? അപ്പൊ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഗ്രാമറിനെ പറ്റിയിട്ട് ഒരു വിവരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റ് തോന്നും. പിന്നെ അറിയത്തില്ലെങ്കിലും പറയാൻ ശ്രമിക്കുക, എഴുതാൻ അറിയത്തില്ലെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ആ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാവും. അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ അറിവിനെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ കണ്ടെത്തി അത് കുറച്ചുകൂടി എൻറിച്ച് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. നന്നായിട്ട് ഇത് പഠിക്കണം. ആദ്യത്തെ ക്ലാസ് തൊട്ട് പാർട്ട് 1-ലുള്ള പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് കേട്ടു പോകണം. നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇംഗ്ലീഷ് മനസ്സിലാക്കി പഠിച്ച് നല്ല വിജയം, എല്ലാ ഭാഗത്തും നല്ല വിജയം നേടാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ രീതിയിൽ പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞാൽ some from other adjectives. Sickly man. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രൊനൗൺസ് ചെയ്തില്ല അല്ലെ, സോറി, അതിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഈ ക്ലാസ് തിരുത്തുന്നു. സിക്ലി മാൻ. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്കുള്ള പോലെ തോന്നി. ആ എല്ലാം ഞാൻ അവിടെ നോട്ട് ചെയ്തില്ല, അന്നേരം അങ്ങനെ പറ്റിയതാണ്. സിക്ലി മാൻ എന്ന് പറയുമ്പോൾ രോഗം ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ വയ്യാതായിട്ടുള്ള ഒരു ആള് എന്നുള്ള അർത്ഥത്തിലാണ് സിക്കി മാൻ. അപ്പൊ സിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അഡ്ജക്റ്റീവിൽ നിന്നുമാണ് സിക്ലി എന്നവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നൗണിൽ നിന്നും അഡ്ജക്റ്റീവിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വെർബിൽ നിന്ന് പറ്റും, അഡ്ജക്റ്റീവിൽ നിന്ന് തന്നെ അഡ്ജക്റ്റീവിനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി അടുത്തൊരു കാര്യം, പഴയ ചോദ്യങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. നോ ന്യൂസസ് ആർ ഗുഡ് ന്യൂസസ്. ഇപ്പൊ പിള്ളേരുടെ ഒക്കെ അടുത്തുനിന്ന് ഏറ്റവും കണ്ടുവരുന്ന ഒരു കാര്യം ഈ ന്യൂസസ് എന്ന് പറയുന്നതും ന്യൂസ് എന്ന് പറയുന്നതും രണ്ട് കാര്യം അങ്ങ് പറഞ്ഞേക്കാം അല്ലെ, അല്ലെ നിങ്ങൾക്ക് ക്ലൂ കിട്ടും. നോ ന്യൂസ് ഇസ് ഗുഡ് ന്യൂസ്, നോ ന്യൂസസ് ആർ ഗുഡ് ന്യൂസസ്, നോ ന്യൂസസ് ഇസ് ഗുഡ് ന്യൂസസ്, നോ ന്യൂസസ് ആർ ഗുഡ് ന്യൂസ്. വിച്ച് ഇസ് ദ കറക്റ്റ് ഫ്രം ദിസ് ഫോളോയിങ് സെന്റൻസ്? ഏതാ കറക്റ്റ്? അതന്നെ, നിങ്ങൾ മനസ്സിലോർത്തത് തന്നെയാണ് കറക്റ്റ്. ഏതാ നിങ്ങൾ ഓർത്തത്? ഇപ്പൊ കമന്റ് ചെയ്ത് പോണം. ഞാൻ ഈ ക്ലാസ്സിന്റെ അവസാനം പറയും, ഇപ്പൊ കമന്റ് ചെയ്യണേ. ഇനി പിക്ക് ഔട്ട് അഡ്ജക്റ്റീവ് ഫ്രം ദി ഫോളോയിങ് സെന്റൻസ്. നേഹ കംസ് ഹിയർ എവറി ഡേ. ഇത് ഞാൻ കൊണ്ടിട്ട ചോദ്യമല്ല, PSC 2015 മുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നേഹ കംസ് ഹിയർ എവറി ഡേ. ഇതിൽ നിന്നും എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? സോറി, പിക്ക് ഔട്ട് ദ അഡ്ജക്റ്റീവ് ഫ്രം ദി ഫോളോയിങ് സെന്റൻസ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ നിന്നും ഏത് സെന്റൻസാ? നേഹ കംസ് ഹിയർ എവറി ഡേ. ആ സെന്റൻസിൽ നിന്നും ആരെയാ പിക്ക് ചെയ്യാൻ പറഞ്ഞേ? അഡ്ജക്റ്റീവിനെ എടുത്തോണ്ടിരാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം അതിനകത്ത് അഡ്ജക്റ്റീവ് ഏതാണ്? നേഹ അഡ്ജക്റ്റീവ് ആണോ? ആലോചിച്ചേ. കംസ്
adjective ആണോ? ഓർത്തു നോക്കി. Here. Neha comes here. എവിടെയാ വരുന്നതെന്നാ പറഞ്ഞേ? Comes here. ഇവിടെയാ വരുന്നതെന്നാ പറഞ്ഞേ. അപ്പൊ അതാരാന്ന് നോക്കണം. Every day. Every എന്താ? Day എന്താ? ഉത്തരം എഴുതണം. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്യാം. Complete the following sentence using an appropriate adjective. Appropriate adjectiveനെ, അതായത് യോജിക്കുന്ന adjectiveനെ താഴത്തെ സെന്റൻസിൽ നിന്നും കണ്ടുപിടിക്കുക. താഴത്തെ സെന്റൻസിൽ താഴെ നിന്നും കണ്ടുപിടിച്ചെഴുതുക. He is the dash member of the club. എന്താ അർത്ഥം? ഒരു ക്ലബിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഒരു ക്ലബിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഫാമിലിയെ പറ്റിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഒരു ക്ലബിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഏറ്റവും മൂത്ത ആളെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എൽഡസ്റ്റ് എന്ന് പറയും. ഏറ്റവും മൂത്തത് എന്ന് കാണിക്കാനുള്ള എൽഡസ്റ്റ് പറയുന്നത് വീട്ടിലാണെങ്കിൽ. അപ്പൊ ഫാമിലി ആകുമ്പോ നമ്മള് ഏറ്റവും മൂത്ത ആളിനെ എൽഡസ്റ്റ് എന്ന് പറയും. അതിന് ചോട്ടിലുള്ള ആളെ അല്ലെ, താഴെയുള്ള ആളെ നമ്മള് എൽഡർ എന്ന് പറയും. പിന്നെ ഉള്ളത് എന്താ? മിച്ചം വന്നു. അപ്പൊ ഇത് രണ്ടും അല്ലെന്ന് മനസ്സിലായി. സോറി, എൽഡറും അല്ല എൽഡസ്റ്റും അല്ലെന്ന് മനസ്സിലായി. പിന്നെ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഹി ഈസ് ദ ഓൾഡ് മെമ്പർ ഓഫ് ദി ക്ലബ്. ഒരു ദാ അവിടെ വന്നതിന് കാരണം എന്താ? എന്തോ ഒരു പ്രാധാന്യം അവിടെ വരുന്നുണ്ട് അല്ലെ? അപ്പോ ഇത് ഇച്ചിരി മൈറ്റി ആയിട്ടുള്ള വേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ ഡെഫിനറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആർട്ടിക്കിൾസിനെ അഡ്ജക്റ്റീവിന് മുൻപിൽ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിക്കും. അത് പിന്നീട് നമുക്ക് പഠിക്കാം. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. എന്താണ് പഠിച്ചിരുന്നത്? ഡിറ്റർമിനേഴ്സിനെ പറ്റി പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾസിനെ ഡിറ്റർമിനേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യവും നമ്മൾ പഠിച്ചിരുന്നു. അതൊക്കെ ഒന്ന് ചെകഞ്ഞെടുക്കണം. എന്താണ് നമ്മൾ അവിടെ പഠിച്ചതെന്നൊന്ന് എടുത്തോണ്ട് വരണം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓൾഡ് അല്ല. ഓൾഡ് എന്ന് പറഞ്ഞാൽ മൂത്തത് എന്നുള്ളത്, അല്ലെങ്കിൽ പ്രായമായ ആള്, അല്ലെങ്കിൽ കൂടുതൽ പരിചയമുള്ള ആളെന്നാണ്. പക്ഷെ ഓൾഡസ്റ്റ്, ഹീസ് ദ ഓൾഡസ്റ്റ്. ദ ഓൾഡസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രാധാന്യം അവിടെ ഉണ്ട്. അപ്പൊ ആൻസർ ഓൾഡസ്റ്റ് ആണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞത്. ഹി ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദി ക്ലബ്. ഹി ഈസ് ദ ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദി ക്ലബ്. അപ്പൊ നിങ്ങൾ ഇതാ ഇവിടെ വന്നതിന് ഇച്ചിരി പ്രാധാന്യമുണ്ട്. അപ്പൊ അതെന്താണ്? നമ്മൾ ആർട്ടിക്കിൾസിന്റെ ക്ലാസ്സിൽ പോകും. പക്ഷെ അഡ്ജക്റ്റീവ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിറ്റർമിനേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയ കുറെ കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ചില ഉത്തരങ്ങൾ അവിടെ എഴുതാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നോക്കുക. ഒരു ചോദ്യം ഇതായിരുന്നു, നോ ന്യൂസസ് ആർ ഗുഡ് ന്യൂസസ്. നിങ്ങൾ ഓർക്കുക, നമ്മള് സിംഗുലർ ആൻഡ് പ്ലൂറൽ ആക്കാനായിട്ട് പഠിച്ചപ്പോ ചില കാര്യങ്ങൾക്ക് ഐഡന്റിക്കൽ ആയിട്ടുള്ള സിംഗുലറും ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്ലൂറലും ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ന്യൂസസ് എന്ന് നമ്മൾ പറയാറില്ല. എന്തേ പറയാറുള്ളൂ? ന്യൂസ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ചില വാക്കുകൾക്ക് ഐഡന്റിക്കൽ സിംഗുലറും ഐഡന്റിക്കൽ പ്ലൂറലും ആയിരിക്കും. അപ്പോ ന്യൂസ് എന്നാണ് അതിനെ പറയാറുള്ളൂ, ന്യൂസസ് എന്ന് പറയാറില്ല. അതുകൊണ്ട് ആറും ഒന്നും വേണ്ട, സിംഗുലർ ആണ്, ഈസ് ആണ് വരിക. അത് നമ്മൾ ടെൻസിന്റെ ക്ലാസ്സിൽ, വെർബിന്റെ ക്ലാസ്സിലും ഒക്കെ ഈസും ആറും ഒക്കെ ഉപയോഗിക്കേണ്ട കാര്യവും പഠിക്കും. അപ്പൊ സിംഗുലർ പ്ലൂറൽ ആക്കാനുള്ള കാര്യം നമ്മൾ ഓർത്തിരുന്നോണം, പഠിച്ചോണം. പിന്നെ വേറൊരു ചോദ്യം ഞാൻ ചോദിച്ചത് പ്ലൂറൽ ഫോം ഓഫ് ഗൂസ്. അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതിയാവും. പിന്നീട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചയ്ക്ക് പോകാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ പഴയ ക്ലാസ്സുകളുടെ ഒരു ഡിസ്കഷൻ ആയിരുന്നു. അതായത് നൗൺ എന്താണ്, നൗൺ എന്ന് പറഞ്ഞാൽ ആരാണ്, അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയെടുത്തു. നൗൺ ആരാണെന്ന് മനസ്സിലാക്കിയെടുത്തു. ആരെയൊക്കെ നമ്മൾ നൗൺ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലാക്കിയെടുത്തു. എന്തിനെയൊക്കെയാണ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ അഡ്ജക്റ്റീവിനെ നമ്മൾ വിളിക്കുമെന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കോക്കോ കോമ എന്നും പഠിച്ചു, പന്നേ കോ എന്നും നമ്മൾ പഠിച്ചു. കോക്കോ കോമ എന്ന് പറഞ്ഞാല് കളക്റ്റീവ് നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ. കോമൺ നൗൺ എന്താണെന്ന് നോക്കിക്കേ, അറിയാല്ലേ, വേറൊരാൾക്കും ഉണ്ടാവില്ല, അത് പ്രോപ്പർ നൗൺ അല്ലെ. ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരിക. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാല് ആൻസിന്റെ ആർമി,
അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ എ പാനൽ ഓഫ് ജഡ്ജസ്, എ ബഞ്ച് ഓഫ് കീസ്, എ പ്രൈഡ് ഓഫ് ലയൺസ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, എന്താണ് ദ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് കണ്ടു. അപ്പൊ ഒരു ചോദ്യം അവിടുന്ന് പ്രതീക്ഷിക്കാമെന്ന് ഇപ്പൊ ഉറപ്പിക്കാമല്ലോ മനസ്സിൽ. അപ്പൊ ഒരു ചോദ്യം ആ ഭാഗത്തു നിന്നും ഉണ്ടാകും. വരുന്ന പരീക്ഷകളിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കളക്റ്റീവ് നൗൺ ഏതൊക്കെയാണ് സാധ്യത എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ ഇനിയും വരും. ഏതൊക്കെ രീതിയിൽ പഠിച്ചെടുക്കാമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. കളക്റ്റീവ് നൗണിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റെപ്പറ്റീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാമെന്നുമില്ല. ചിലപ്പോൾ കോമൺ നൗണിൽ നിന്നും ചോദിച്ചേക്കാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് നൗണിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ മെറ്റീരിയൽ നൗണിൽ. കോൺക്രീറ്റ് നൗണും മെറ്റീരിയൽ നൗണും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ പോകുന്ന നൗണുകളാണ്. പിന്നെ പ്രോപ്പർ നൗണിൽ നിന്നും ചോദ്യങ്ങൾ വന്നേക്കാം. കൗണ്ടബിൾ നൗണിൽ നിന്നും അൺകൗണ്ടബിൾ നൗണിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. ഇതെല്ലാം തമ്മിൽ കൂടിക്കലർന്ന് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ പോകരുത്. അപ്പൊ റെപ്പറ്റീഷൻ ഉണ്ടാവുന്ന കാര്യം മനസ്സിലുണ്ടാവുക. ഈ നൗൺ എന്ന് പറയുന്ന ടോപ്പിക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകാനുള്ള കാര്യവും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത്തരത്തിൽ കളക്റ്റീവ് നൗണിനെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സിനെ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ് വരെ പഠിപ്പിച്ച് ഓരോന്നും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ മുൻപോട്ട് കൊണ്ടുപോയത്. ചിലപ്പോൾ അബ്സ്ട്രാക്ട് നൗൺ എന്താണെന്ന് ചോദിക്കും, കൗണ്ടബിൾ നൗൺ താഴെ നിന്ന് കണ്ടുപിടിക്കാനായിട്ടൊക്കെ ചോദിക്കും. അപ്പൊ ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ. പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ എ ഡാഷ് ഓഫ് മ്യൂസീഷ്യൻസ്. നിങ്ങൾക്കറിയാം, ഞാൻ ഉത്തരം ഓൾറെഡി തന്നുപോയി, തരണ്ടായിരുന്നല്ലേ, നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചാൽ മതിയായിരുന്നു. ഡാഷ് ഓഫ് ലേഡീസ്, പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. വിവിയാണ് ആൻസർ. അതേപോലെ വാട്ട് ഇസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഗ്രൂപ്പ് ഓഫ് ഫിഷ്. ഫിഷിന്റെ ഗ്രൂപ്പിനെ, അപ്പൊ നിങ്ങൾ ഓരോന്നിന്റെ ഗ്രൂപ്പിനെ പറയുന്ന പേരെന്താണെന്ന് നിങ്ങളും കൂടി ഒന്ന് കണ്ടുപിടിച്ചോണം. ചിലപ്പോൾ പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഗൂഗിളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പല ക്ലാസ്സുകളിൽ നിന്നും ഒക്കെ ഉള്ളത് ലഭിക്കും. അപ്പൊ നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്ന പോകുന്നതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ തന്നത്. കാരണം ഈ ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ട് PSCയുടെ സിലബസ് നോക്കി ഓരോ ചോദ്യങ്ങളും നോക്കിയിട്ടാണ് ഏതൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് 50-ൽ കൂടുതൽ 60-ൽ കൂടുതൽ ടോപ്പിക്കുകൾ, 60-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ അതിലും സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അത്തരത്തിൽ ഏതാണ്ട് 100-ലധികം ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. ഈ 100-ലധികം ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. പക്ഷെ എല്ലാവരും ഇത്തരത്തിൽ ആണ് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്നവർക്കാണ് മുഴുവൻ മാർക്ക് ലഭിക്കുക. നല്ല രീതിയിൽ ഇംഗ്ലീഷിന് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ ആ ഒരു ശ്രമമാണ്, നിങ്ങളെ സഹായിക്കാനുള്ള ശ്രമമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായിട്ടും എന്നും കണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്തെടുക്കുക. ഞാൻ പറഞ്ഞായിരുന്നു ഇതിനുള്ള ആൻസർ കമന്റ് ചെയ്യണമെന്ന്. കമന്റ് ചെയ്യണം. വിച്ച് ഇസ് എ കളക്റ്റീവ് നൗൺ കമന്റ് ചെയ്യുക. പിന്നെ നൗൺ ഫോം ഓഫ് എവാപ്പറേറ്റ് അത് കമന്റ് ചെയ്യുക. പ്ലൂറൽ ഫോം ഓഫ് ഗൂസ്. അപ്പം ഇതിനകത്ത് നിന്ന് മനസ്സിലാവേണ്ട ഒരു കാര്യം, എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കളക്റ്റീവ് നൗൺ ചോദിച്ചിട്ടുണ്ട്, നൗൺ ഫോം ചോദിച്ചിട്ടുണ്ട്, അതായത് വെർബ് ഫോമിന്റെ നൗൺ ഫോം കണ്ടുപിടിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വെർബും നൗണും എല്ലാം പഠിക്കണം. പാർട്സ് ഓഫ് സ്പീച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നൗൺ ഫോം കണ്ടുപിടിക്കണം, പല വെർബുകളുടെയും നൗൺ ഫോം കണ്ടുപിടിക്കണം. അങ്ങനെ നിങ്ങൾ പഠിക്കണം. പിന്നെ പ്ലൂറൽ, സിംഗുലർ നൗണും പ്ലൂറൽ നൗണും നമ്മൾ പഠിച്ചു. എങ്ങനെ സിംഗുലർ ആക്കാം, എങ്ങനെ പ്ലൂറൽ ആക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അത്തരത്തിൽ നമ്മൾ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകണം. പ്രിപ്പറേഷൻ ഉള്ള ഒരു ഗൈഡ് ആയിട്ട് ഇതിനെ കാണണം. പിന്നെ അഡ്ജക്റ്റീവ്സിന്റെ കാര്യം നമ്മൾ എടുത്തപ്പോഴാണെങ്കിലും പലതരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അതും ഓരോന്നും എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ എക്സാമ്പിൾ എടുത്ത് നോക്കണം. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില അഡ്ജക്റ്റീവ്സിനെ നമ്മൾ അട്രിബ്യൂട്ടീവ് പൊസിഷനിൽ, അതായത് നൗണിന് മുൻപിലാണ് നമ്മൾ പ്രതിഷ്ഠിക്കാറ്. എന്നാൽ പ്രെഡിക്കേറ്റീവ് പൊസിഷനിൽ ലിങ്കിങ് വെർബിന് ശേഷമാണ് നമ്മൾ നൗണിനെ കൊണ്ടുവയ്ക്കാറ്. അപ്പൊ ലിങ്കിങ് വെർബ് എന്താണെന്ന് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ ഈ കാര്യം ഓർത്തിരിക്കണം. നമ്മൾ ലിങ്കിങ് വെർബിന് ശേഷമാണ് പ്രെഡിക്കേറ്റീവ് പൊസിഷനിൽ അഡ്ജക്റ്റീവ്സിനെ വെക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അഡ്ജക്റ്റീവ്സ് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അഡ്ജക്റ്റീവ്സിനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും, അതായത് നൗണിൽ നിന്ന് ഫോം ചെയ്യാം. അപ്പൊ ചോദ്യത്തിൽ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം, ബോയ്ഷ്, ഈ ഒരു എക്സാമ്പിൾ എടുക്കാം, എ ബോയ്ഷ് അറ്റയർ എന്ന് കാണിച്ചിട്ട് ഈ അഡ്ജക്റ്റീവ് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നാണ്, ഏത് പാർട്ടിൽ നിന്നാണ്, സ്പീച്ചിന്റെ ഏത് പാർട്ടിൽ നിന്നാണ് വന്നത്. അപ്പൊ നമുക്ക് പറയാം നൗൺ അല്ലെ. അത്തരത്തില് റിംഗിങ് ടെലിഫോൺ, അതിനകത്തെ
ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ് ഏതാണ് അല്ലെ? ആ അഡ്ജക്റ്റീവ് ഏതിൽ നിന്ന് വന്നതാണ്? നമുക്ക് പറയാം വെർബിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ സിക്ലി മാൻ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള അഡ്ജക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ സിക്ലി എന്നുള്ളത് ഏതിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള അഡ്ജക്റ്റീവ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവിൽ നിന്ന് തന്നെ ഫോം ചെയ്ത അഡ്ജക്റ്റീവ് ആണെന്ന് പറയാൻ നമുക്ക് പറ്റണം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകും. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അന്നേരം തന്നെ എഴുതി പോകാൻ ഉത്തരം കണ്ടുപിടിച്ച് പോകാൻ പറ്റുള്ളൂ. സമയം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. KS-ന്റെ ഒക്കെ പരീക്ഷകൾ നമ്മൾ കണ്ടപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ PSC പരീക്ഷകളിൽ സാധാരണ നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല, ഒരുപാട് മാറ്റം KS-ന്റെ പരീക്ഷയിൽ നമ്മൾ കണ്ടു. ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, അതുകൊണ്ട് തന്നെ വേറൊരു രീതിയാണ് KS-ന്റെ പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടത് അല്ലെ? അപ്പോൾ സമയം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചോദ്യം എഴുതി ഇത്ര സമയത്തിനുള്ളിൽ അടുത്ത ചോദ്യം അറ്റൻഡ് ചെയ്ത് നമുക്ക് സമയം മാക്സിമം സേവ് ചെയ്ത് വേണം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ നമുക്ക് ബേസ് അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ചോദ്യം വായിച്ച് മനസ്സിലാക്കി ഉത്തരം അപ്പൊ തന്നെ എഴുതി നമുക്ക് പോകാൻ പറ്റും. ഇംഗ്ലീഷിന്റെ പാർട്ടിലെ ഫുൾ മാർക്കും കവർ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് മറന്നു പോകരുത്. പിന്നെ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്തായാലും നമ്മുടെ ക്ലാസ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. ഓർക്കുക, PSC സിലബസിന്റെയും അതുപോലെ മുൻകാല ചോദ്യപേപ്പറുകളുടെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏതാണ്ട് 100-ൽ ഏറെ ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഓർക്കുക, ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് വേണം അവര് പഠനത്തിന് ഈ ഒരു ചാനൽ ഉപകാരപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടാതെ പോകും. നോട്ടിഫിക്കേഷൻസ് കിട്ടേണ്ടതിന് എല്ലാവരും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകളിലേക്ക് പോകും. അപ്പോൾ ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ താല്പര്യം ഉണ്ടായാൽ link2yt എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് link2yt എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് അക്കാഡമിയുടെ ഈ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിലെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. 10% ഡിസ്കൗണ്ടോട് കൂടിയുള്ള ക്ലാസ്സുകളാണ് റെഫറൽ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം എല്ലാ ടോപ്പിക്കിന്റെയും ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാനും പഠിക്കാനും എഴുതാനും എല്ലാം ഉപകരിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഒന്നിച്ചു മുന്നേറാം. വിജയത്തിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരും. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ. താങ്ക് യു.